ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ പൂജയ്ക്ക് പോകുമ്പോ എഴുന്നേക്കുന്ന ശീലമുണ്ട്. അച്ഛൻ പോയി കഴിയുമ്പോ ഞാൻ വീട്ടിലെ പൂജാമുറി ഒരുക്കാറുണ്ട്. അത് പറയും. അതിന്റെ കൈവഴക്കം കാണാനും ഉണ്ട്. ഭഗവാന് ഒരു പ്രത്യേക ചൈതന്യം വന്നതുപോലെ. വന്നോ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എനിക്കൊന്നും വേണ്ട എടുത്തേ. എനിക്ക് കുറച്ച് കഞ്ഞി മതി. കഞ്ഞിയോ? അത് മതി. ഉണ്ടാവില്ല എടുക്കാൻ. കഞ്ഞി ഉണ്ടാക്കാൻ എന്താ പ്രയാസം? ഇത് ഇപ്പൊ ഉണ്ടാക്കാം. ശ്യാമേ, എടുത്തേ ഇവിടെ വെച്ചോളൂ. ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ഇത് മതി എടുത്തേ. ആശ്രമത്തിൽ ഇങ്ങനെയല്ലേ അവള് കഴിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുന്ന കറികൾ എടുക്കട്ടെ? വേണ്ട എടുത്തേ, ഇത് മതി. കുറച്ചു ദിവസം കൂടെ ഉണ്ടായിട്ട് അകന്ന് നിന്നപ്പോ ഒട്ടും സഹിക്കാൻ പറ്റണില്ല. തൊട്ടും തലോടിയും ചേർത്ത് പിടിച്ചും കൂടെ ഉണ്ടായിരുന്നപ്പോ ജീവിതത്തിന് വേറൊരു നിറമായിരുന്നു. ആ നിറമൊക്കെ വീണ്ടും പോയി. ആര് പറഞ്ഞു? രാധികയുടെ സഞ്ചാരം എവിടെ അവസാനിക്കാ? ശ്യാമയുടെ നെഞ്ചില്. ഭഗവാൻ അങ്ങനെ തീരുമാനിക്കൂ. അജന്ത വൈകിയോ? ഇന്നലെ രാത്രി മുഴുവൻ കുട്ടികളുടെ കൂടെയായിരുന്നു. ദിയമോക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങാൻ വൈകിയതുകൊണ്ടാ. സ്വാമി പ്രാർത്ഥിക്കാൻ എത്തുമല്ലോ. കൃഷ്ണവിഗ്രഹം ഒരുക്കിയിട്ടുമില്ല. അതും വിഗ്രഹം പുതിയ പ്രാർത്ഥനാമൂലിലേക്ക് മാറ്റിയിരിക്കുകയല്ലേ. ഒരുപാട് ജോലിയുണ്ട്. വാ, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇന്നലെ വന്ന ആ കുട്ടിയെ വിളിക്കണ്ടേ? പ്രാർത്ഥനയുടെ ചിട്ടവട്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ആദ്യം നമുക്ക് പോയി കൃഷ്ണവിഗ്രഹം ഒരുക്കാം. എന്നിട്ട് രാധിക വിളിച്ചാ മതി. ഇതാരാ ഇതൊക്കെ ഒരുക്കിയത്? സ്വാമിനി എഴുന്നേറ്റോ? ഞാൻ പ്രാർത്ഥനാ മുറിയിൽ വരുമ്പോ ആരെയും കണ്ടില്ല. ഒരുക്കങ്ങൾ നടത്തിയത് തെറ്റാണോ? ഇല്ല, വിസ്മയമാണ്. എത്ര ഭംഗിയായിട്ടാ ഒരുക്കിയിരിക്കുന്നത് രാധിക. കുറെ നേരത്തെ എഴുന്നേറ്റോ കുട്ടി? അച്ഛൻ പൂജയ്ക്ക് പോകുമ്പോ എഴുന്നേക്കുന്ന ശീലമുണ്ട്.
അച്ഛൻ പോയി കഴിയുമ്പോ ഞാൻ വീട്ടിലെ പൂജാമുറി ഒരുക്കാറുണ്ട്. അത് പറയും. അതിന്റെ കൈവഴക്കം കാണാനും ഉണ്ട്. ഭഗവാന് ഒരു പ്രത്യേക ചൈതന്യം വന്നതുപോലെ. എങ്കിൽ പിന്നെ രാധിക തന്നെ വിളക്ക് തെളിയിച്ചോളൂ. ഉം. മോളെ, കുറച്ചു കഴിയുമ്പോ സ്വാമി വരും. പ്രാർത്ഥനയ്ക്ക് കുട്ടികളെ വിളിച്ചുണർത്തണം. ഞാൻ അങ്ങോട്ട് പോവാ. മോൾക്ക് പ്രാർത്ഥന തുടരാൻ കേട്ടോ. ശരിക്കും അത്ഭുതം തന്നെ. മിടിക്കുക കുട്ടി. ഭക്തിയിലെ യഥാർത്ഥ രാധികയെ തോൽപ്പിക്കും അവള്.